family. Amende class 8 ella makkalum da nammada Christmas exam inde date okke aranje ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവല്ലേ. എക്സാമിന്റെ നമുക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എക്സാം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഒരുപാട് പേര് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ചിലരെങ്കിലും അല്ലെ നമുക്ക് പല കാരണങ്ങൾ മൂലം ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരുപാട് മക്കൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഇനിയുള്ള ദിവസങ്ങൾ ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം അതിനായിട്ട് എൻ്റെ കുട്ടികളോട് മിസ്സിന് ആദ്യം പറയാനുള്ളത് ഈ സൺഡേ നമ്മുടെ ക്ലാസ് 8 എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത വീക്കിലേക്കുള്ള ഒരു 7-day സ്റ്റഡി ചാലഞ്ച് ആണ് നമ്മുടെ എക്സാമിനർ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു 7-day ചാലഞ്ചിൽ നിങ്ങൾ ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ ഫാമിലി പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ്, ഇത് എക്സാമിനറിൻ്റെ ഉറപ്പാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സൺഡേ 7:30 കൃത്യമക്കളെ 7:30 നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ വരാം. നമുക്ക് ക്രിസ്മസ് എക്സാമിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അല്ലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ക്രിസ്മസ് എക്സാമിലെ ഫുൾ ഓൺ കോൺഫിഡൻസോട് കൂടെ നമ്മൾ ഹാളിലേക്ക് കയറി ആ ഒരു കോൺഫിഡൻസോട് കൂടെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 7-day ചാലഞ്ച് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. എന്തൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി ചെയ്യുന്ന കംപ്ലീറ്റ് അനൗൺസ്മെൻറ്റ്സ് നമ്മൾ ഈ ഒരു ദിവസമായിരിക്കും ചെയ്യുക. സോ സൺഡേ 7:30 മറക്കരുത്. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയിലേക്ക് മിസ് വരികയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് അല്ലെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഏതൊക്കെ പാർട്സ് ആണ് അല്ലെങ്കിൽ ഈ ടേം 2 അഥവാ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കെമിസ്ട്രി അല്ലെ, ബേസിക് സയൻസിൽ നമുക്ക് 3 ആൾക്കാരെയാണ് പഠിക്കാൻ. കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് നമ്മുടെ ബയോളജി അല്ലേ. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്കറിയാം നമ്മൾ ടേം 1 പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും അതുപോലെ തന്നെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന 2 ചാപ്റ്റർ നമുക്ക് ടേം 1 ഓണം എക്സാമിന് ഉണ്ടായിരുന്നു. ആൻഡ് ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കെമിക്കൽ ചേഞ്ചസ്, മെറ്റൽസ്, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനൽ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് വാട്ടറും ഫൈബർ പ്ലാസ്റ്റിക്കും കൂടെ കൂടുതൽ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ചസ്, മെറ്റൽസ് ആൻഡ് നമ്മുടെ സ്വന്തം സൊല്യൂഷൻസ്. ഓക്കെ, അതിനുശേഷം ഫിസിക്സിലേക്ക് വരികയാണ്. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടേം 1 മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സും മോഷനും ഫോഴ്സിന്റെ പകുതിയും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമ്മുടെ ടേം 2 വരുമ്പോൾ ഫോഴ്സ് വീണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ദെൻ റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലേ. അതിനുശേഷം ഫൈനൽ എക്സാമിന് മാത്രം നമുക്ക് സൗണ്ടും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫിസിക്സും കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതിനുശേഷം ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ ഓണം എക്സാമിന് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു? ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറയുന്നത് സെൽ ക്ലസ്റ്റേഴ്സും ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ടേം 2 വരുമ്പോൾ ലെറ്റ്സ് റിഗെയിൻ അവർ ഫീൽഡ്സും വൈ ക്ലാസിഫിക്കേഷനും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഫൈനൽ എക്സാമിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഡൈവേഴ്സിറ്റി ഓഫ് സസ്റ്റനൻസും ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസും പഠിക്കാനുള്ളത്. സോ ക്രിസ്മസ് എക്സാമിന് നമ്മളുടെ ആ ഒരു എയിം എന്ന് പറയുന്നത് ഈ 2 ചാപ്റ്റേഴ്സിലായിരിക്കണം. ലെറ്റ്സ് റിഗെയിൻ അവർ ഫീൽഡ്സ് ആൻഡ് വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ 2 ചാപ്റ്ററിലേക്ക്. ഓക്കെ, റെഡി. ഇനി നമ്മുടെ ഏറ്റവും അല്ലെ പലരുടെയും ഒരു പേടി സ്വപ്നമായ നമ്മുടെ മാത്തമാറ്റിക്സ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കോ, നമ്മൾ ടേം 1 ഈക്വൽ ട്രയാങ്കിൾസും ഇക്വേഷൻസും പോളിഗൺസും ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടേം 2 വരുന്ന സമയത്ത് നമുക്ക് ഐഡന്റിറ്റീസ്, മണി മാത്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ. ദെൻ ടേം 3 അതായത് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും ബാക്കി 3 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. അതായത് നമ്മുടെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന് ശേഷം പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ക്രിസ്മസ് എക്സാംസിന് നമുക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം മിസ് ഉറപ്പ്
പറയുകയാണ് മക്കളെ, നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഇനിയും ദിവസമുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു 7 days ചാലഞ്ച് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതുകൂടെ നിങ്ങൾ സീരിയസ് ആക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ എക്സാം വിന്നർ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്ന നമ്മുടെ എക്സാം വിന്നറിൻ്റെ എഫേർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും എൻ്റെ കുട്ടികളല്ലേ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു 7 day ചാലഞ്ച് നമുക്കൊരു സക്സസ്ഫുൾ ആക്കി തന്നെ തീർക്കണം. അപ്പോൾ സൺഡേ കൃത്യം 7:30 നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എല്ലാവരും വരുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം പ്ലാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വരാം. നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഷുവർ ഞങ്ങൾ ഉണ്ടാവുമെന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം ആഘോഷമാക്കി തകർത്ത് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാം.